റിസ്വാൻ എന്ന് പറയുന്നത് ഫ്രീസ്റ്റൈലിൽ ചെയ്യുന്ന പയ്യൻ ബ്രില്യന്റ് ആണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വൺസ് ദേ ആർ ഹാവിംഗ് എ സംതിങ് വർക്കിംഗ് ആണെന്ന് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്തായിരിക്കും അടുത്ത് നോക്കുന്നത്? വാട്ട്സ് നെക്സ്റ്റ് ലെവൽ എന്താണ്? ഇതേപോലത്തെ ചെയ്യാന്നല്ല പലരും ആലോചിക്കുന്നത്. അടുത്തത് എന്ത് ചെയ്യാം? പക്ഷെ റിസ്വാൻ വാസ് സമൺ ഹു ക്രാക്ക് ദാറ്റ് സെയിം സാധനം റിപ്പീറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു മറ്റേ ഫോൺ എടുത്ത് കാലെടുത്ത് തിരിച്ചറിയും. കറക്റ്റ്. എല്ലാവരുടെയും കൂടെ പുള്ളി അത് ചെയ്തു. ഹി get the maximum advantage of that. കാരണം സോഷ്യൽ മീഡിയ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഡിസ്ട്രിബ്യൂഷൻ ഫോർ വൺ സ്പെസിഫിക് തിങ്, അത് എത്രത്തോളം നിങ്ങൾക്ക് അതിനെ യൂട്ടിലൈസ് ചെയ്യാവോ. കാരണം നിങ്ങൾക്ക് വേറെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം കൊണ്ടുവരാൻ പറ്റത്തില്ല. പലർക്കും റീച്ച് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നഷ്ടപ്പെടുന്ന അവിടെ. നിങ്ങൾ ചെയ്ത് നോക്കും. ഒരു സാധനം നിങ്ങൾ ട്രെൻഡ് ചെയ്തു. ഇപ്പം വേറെ ഉദാഹരണം ഞാൻ പറയാം. ഒരു അമ്മയും മോനൂടെ കുക്കിംഗ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട്. കണ്ടിട്ടുണ്ട്. ഗ്രാനിയും ഓൾമോസ്റ്റ് 3 വർഷമായിട്ട് ഞാൻ അവരുടെ വീഡിയോ കാണുന്നുള്ള. ഇതുവരെ അവർ ഫോർമാറ്റ് മാറ്റിയിട്ടുണ്ടോ? ബിക്കോസ് ദാറ്റ് ഈസ് വർക്കിംഗ്. എന്തുകൊണ്ട് അവർ ഫോർമാറ്റ് മാറ്റുന്നുണ്ട്, പക്ഷെ നമ്മളത് കാണുന്നില്ല. കറക്റ്റ്. അവർ ഫോർമാറ്റ് മാറ്റാത്തതാണ് നമ്മൾ കാണുന്നത്. യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. എന്തുകൊണ്ട് അത് വർക്ക് ചെയ്യുന്നു? വൺ തിങ് ഈസ് വർക്കിംഗ്, ഡു ഇറ്റ് അഗെയിൻ അൺടിൽ 5 or 6 പ്രാവശ്യം വർക്ക് ചെയ്യാത്ര വരെ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം ഇന്ന് ചെയ്തു, നാളെ ചെയ്തു, റിസൾട്ട് കിട്ടി. 3ാമത് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. 4ാമത് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ 6ാമത്തെ പ്രാവശ്യമായിരിക്കും വീണ്ടും റിസൾട്ട് വരുന്നത്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ മച്ച് യു ആർ ട്രൈങ് ടു ഗെറ്റ് ദാറ്റ്.